ഞാൻ ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല കിഡിലനായിട്ടുള്ള നമ്മുടെ കുവൈറ്റി നെക്ലസുകൾ പരിചയപ്പെട്ടാലോ? അതും 1 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല കിഡിലനായിട്ടുള്ള മോഡൽസിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത്യാവശ്യം പൊലിമയൊക്കെ ഉള്ള, ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വെഡിങ് പർച്ചേസിനൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ടൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണിത്. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ? നല്ല വെറൈറ്റി ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള 1 പവൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കുവൈറ്റി നെക്ലസുകള്. പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പർച്ചേസ് ചെയ്യാൻ വരാം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ? ക്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ കുവൈറ്റി നെക്ലസുകള്. നിങ്ങളെ ഞാൻ ഓരോന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി അതിന്റെ ഓരോ ഡിസൈൻസും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുവൈറ്റി തന്നെ വരുന്ന നല്ല കിഡിലനായിട്ടുള്ള ആദ്യത്തെ നെക്ലസ് പരിചയപ്പെടാം. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 പവനാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നല്ല കിഡിലനായിട്ടുള്ള നെക്ലസ് ആണ്. ഇപ്പൊ വെഡിങ് സെറ്റിനാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റിയ രീതിയിലുള്ളതാണ്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 39,700 ഒക്കെയാണ് വരുന്നത്. നല്ല അടിപൊളി നല്ല റോഡിയം പോളിഷും ഒക്കെ ഇട്ടു റൗണ്ട് ഷേപ്പിൽ വന്നേക്കുന്നതാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ അതിന്റെ പൊക്കത്തേക്കുള്ള ചെയിൻ വന്നേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഹൈവേ ചെയിൻ ആണ്. ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെയിനുകളിൽ ഒന്നാണ്. ഇതേപോലെ കുറെ ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് 1 പവൻ 1.25 1.5 അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. നെക്സ്റ്റ് ഡിസൈൻ ഒന്ന് നോക്കിക്കോ. നല്ല ക്യൂട്ടായിട്ടല്ലേ, ഒരു ഫ്ലവറോ എന്താ നമുക്ക് പറയണ്ട, നല്ല വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഒരു ചെയിനാണിത്. നല്ലതായിട്ട് നമുക്ക് നെക്ലസ് ഒക്കെ ഇട്ട് സിമ്പിളൊക്കെ ഇട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഒരു ഇല പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇല പോലെ വന്നിട്ട് നല്ല സൂപ്പർ ആൻഡ് സിമ്പിളായിട്ട് ഒരു 8.5 ഗ്രാമിലൊക്കെയാണ് വന്നേക്കുന്നത്. നല്ലൊരു ക്യൂട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ക്യൂട്ട് മോഡലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, കുവൈറ്റ് ഡിസൈൻ ഇങ്ങനെ നെറ്റ് ബേസ് ആണ് വരുന്നത്. അപ്പോൾ അതേപോലെയൊക്കെ യൂസ് ചെയ്യാം. ഇതേപോലത്തെ ഡിസൈന് കുറച്ച് ഹെവി ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതേപോലെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 1.25 പവൻ്റെ നല്ല കിഡിലനായിട്ടുള്ള നമ്മുടെ നെക്ലസ് ആണ്. നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിമ്പിളായിട്ട് വന്നേക്കുന്നതാണ്. അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഞാത്ത് പോലെയൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഇത് ഏകദേശം 1.25 പവനാണ്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 48,200 ഒക്കെ വരും. നിങ്ങൾ ആ ഡിസൈനിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഫുൾ ഹോൾ ബേസ് ആണ് ഡിസൈൻ. പിന്നെ നമ്മൾ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ റോഡിയം പോളിഷ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം റോഡിയം പോളിഷ് വരുമ്പോഴത്തേക്കും ആ ഒരു ഭംഗി എറിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. നമ്മുടെ ബാക്കിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൈവേ ചെയിൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹൈവേ ചെയിൻ ആണ് വന്നേക്കുന്നത്. ഇതിനൊന്നും നമുക്ക് ബാക്ക് ചെയിൻ്റെ ആവശ്യമില്ല. നമുക്ക് 6 പിടിയിലാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നെക്കിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഡിസൈനൊക്കെ കിടക്കും. ഇനി അടുത്തൊരു ഡിസൈൻ അതേപോലെ തന്നെ നല്ലൊരു ഭംഗി തന്നെ വരുന്ന ഹാങ്ങിങ്ങോട് കൂടി വരുന്നതാണ്. ഫ്ലവർ മോഡലും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു ഇല പോലെ എന്ന് പറയാം അല്ലേ, കുഞ്ഞു നെറ്റ് ഡിസൈനിൽ നടുക്കിങ്ങനെ റോഡിയം പോളിഷൊക്കെ ഇട്ട് വന്നേക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത്. നല്ല നെക്ലസിനൊക്കെ നമുക്ക് ബെസ്റ്റാണ്. ഇതേപോലെ നമ്മുടെ കുവൈറ്റ് ഡിസൈനിൽ തന്നെ വരുന്ന നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എറിച്ച് നിൽക്കും മറ്റുള്ളവരുടെ മുന്നിൽ. നമ്മളെപ്പോഴും എന്താ നോക്കണം, കുറച്ച് എല്ലാവരുടെ മുന്നിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് നിൽക്കാനല്ലേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ നെക്ലസ് ഒക്കെ ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റിൽ, ഇതൊരു 10.5 ഗ്രാമാണേ. ലൈറ്റ് വെയ്റ്റിൽ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 51,200 ഒക്കെ വരും. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനിൽ നടുക്ക് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് നമ്മുടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഹൈവേ ചെയിനാണ് ഫുള്ളും പോയേക്കണത്. ബാക്കിൽ കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 പിടിയിൽ കിടക്കും. അതായത് നെക്കിൻ്റെ, നമുക്കറിയാലോ നെക്ലസ് എപ്പോഴും നെക്കിൻ്റെ അവിടെ തന്നെ വന്ന് കിടക്കണം. അപ്പോൾ അതേപോലെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമുക്ക് 1.25 പവനിൽ തന്നെ വരുന്ന നല്ല സൂപ്പർ ഡിസൈനാണിത്. നിങ്ങൾക്ക് ഫുള്ള് നോക്കുമ്പോൾ തന്നെ കാണാം അല്ലേ, ഫുള്ളും റൗണ്ടായിട്ട് തന്നെ നമുക്ക് തോന്നും. ആ ഒരു ഡിസൈൻ ഉള്ളിൽ നോക്കിക്കോ,
ഫുള്ളായിട്ട് ഇങ്ങനെ ചക്രം പോലെ ഇരിക്കണല്ലേ കണ്ടിട്ട്. ഇടയ്ക്ക് റോഡിയം പോളിഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് ഡിസൈൻ നിൽക്കുന്നത്. എപ്പോഴും നമുക്ക് ആ ഒരു വട്ടക്കണ്ണി നമുക്ക് ആവശ്യമില്ലല്ലേ. ആരാണ്ട് എന്നോട് കുറേ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു നമുക്ക് ഈ ഒരു ഇതേപോലത്തെ പാറ്റേണിൽ വട്ടക്കണ്ണി ഉണ്ടാവും. ചില നെക്ലസിനൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ വട്ടക്കണ്ണി ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് വട്ടക്കണ്ണി നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അതിനൊന്നും ഒരു വിഷയമില്ല. കണ്ടോ, റോഡിയം പോളിഷൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് വന്നിരിക്കുന്നൊരു ഡിസൈൻ അല്ലേ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ. നമ്മൾ റെയറായിട്ട് ഇപ്പോൾ കണ്ടത് നമ്മൾ നെക്ലസിനൊക്കെ സൂപ്പറായിട്ട് ഒരു 11 ഗ്രാം ഉള്ളത്. എപ്പോഴെങ്കിലും എൻഗേജ്മെൻറ്റ് സെറ്റിനോ അല്ലാതെയൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ സെറ്റൊക്കെ ഇട്ടാൽ നല്ല സൂപ്പറാക്കി. ഇതിൻ്റെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് വൈറ്റ് ഗോൾഡ് റോഡിയം പോളിഷ് വരുന്ന വളയും പിന്നെ മോതിരവും കമ്മലൊക്കെ സെറ്റായിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഇതൊരു അടിപൊളി ലുക്കിലാണ് കേട്ടോ നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു ലൈൻ ബേസ് ആണ് അതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. നടുക്ക് ഫ്ലവറൊക്കെ ഇട്ടാണ് വന്നേക്കണത്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു പ്രത്യേകതരം ഷേപ്പ്, നമുക്ക് പറയാൻ പറ്റാത്തൊരു ഷേപ്പിലാണ് വന്നേക്കുന്നത്. നല്ല സൂപ്പർ ഡിസൈനിൽ. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 53,850 ഈ ഒരു പാറ്റേൺ വരുന്നത്. കണ്ടല്ലോ, ഫ്ലവറൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ. ഓക്കേ, പിന്നെ പൊക്കത്തേക്ക് നമ്മുടെ ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത്. താഴെ എപ്പോഴും നമ്മൾ ഈ പെൻഡൻ വൈസിലാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഭാഗവും എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത നമ്മുടെ 1.25 പവനിൽ തന്നെ വരുന്ന നല്ലൊരു ക്യൂട്ട് ഡിസൈൻ. ഫുൾ ഇല അല്ലേ, ഇല പോലെ നമുക്ക് ഫീൽ ചെയ്യല്ലേ എന്നല്ല, പക്ഷെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്കിലിട്ടാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ ലുക്ക് തോന്നും നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ. നല്ല ഭംഗി തന്നെ. ബാക്കിലേക്ക് നമ്മുടെ ചെയിൻ തന്നെയാണ് വന്നേക്കുന്നത്. ത്രെഡിൻ്റെ ആവശ്യമില്ല. 6 പിടി കിടന്നാൽ ഈ ഒരു ഡിസൈനൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ, ബാക്കിലേക്ക് ഫുള്ളും ആ ത്രെഡിന് പകരം നമുക്ക് ആ ഒരു ഇത് തന്നെ വന്നേക്കുന്ന വട്ടക്കണ്ണിയുടെയും ആവശ്യമില്ല. നല്ല ക്യൂട്ടായിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണിത്. നിങ്ങൾ ഫുൾ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകും. നല്ലൊരു ലുക്കിലിരിക്കുന്ന ഒരു ഡിസൈനിൽ വന്നേക്കണതാണ്. ഇനി അടുത്തൊരു ഡിസൈൻ ഫുള്ളായിട്ട് റൗണ്ട് മോഡൽ. നമുക്കിത് ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, റോഡിയം പോളിഷും കൂടെ വരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിംഗപ്പൂർ കട്ടിൽ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ നല്ലൊരു ഭംഗി തന്നെ കിട്ടും. നമ്മളിപ്പോൾ സിംഗിൾ നിങ്ങൾക്ക് 1 പവനാണ് 1.25 ഓർത്ത് വിഷമിക്കണ്ട. കാരണം അത്രയും ലൈറ്റ് വെയിറ്റിൽ തന്നെ നമുക്കൊരു ലുക്ക് തോന്നിക്കും. എന്ത് ഗൗണിൻ്റെ കൂടെ ആണെങ്കിലും ചുരിദാറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഈ ഒരു പാറ്റേണിൽ നമുക്ക് നെക്ലസ് ഇടുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലുക്ക് തോന്നിക്കും. കണ്ടോ, റൗണ്ടിൽ ഫുൾ ലൈനായിട്ട് വന്നേക്കുന്നത്. അതിന് താഴെ ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഒക്കെ ഇട്ട് 9.5 ഗ്രാമുള്ളൂ ഇതിൻ്റെ വെയിറ്റ്. ഇനി അടുത്ത പാറ്റേൺ 9.5 ഗ്രാമിൽ തന്നെ ഉള്ളതാണ്. അടുത്ത മോഡൽ നോക്കിക്കേ. അതേപോലെ തന്നെ റൗണ്ട് ബേസ് നിങ്ങൾ കുറേ ഇതേപോലെ തന്നെ നമ്മുടെ കുവൈറ്റിയുടെ തന്നെ കുറേ നെക്ലസ്സുകൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതേപോലത്തെ വള ഞാൻ കാണിച്ചിട്ടുണ്ട്, റിങ്സ് കാണിച്ചിട്ടുണ്ട്, ലോക്കറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ വലിയ ഹെവി വെയ്റ്റിൻ്റെ നെക്ലസ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഈ ഒരു പാറ്റേണിൽ വരുന്ന. അപ്പോൾ അതേപോലത്തെ തന്നെ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് അടുത്തതും. കണ്ടോ, കുറച്ച് ഹാങ്ങിങ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. റൗണ്ട് ബേസ് ഒക്കെ വന്നിട്ട് ഫുൾ ലൈനായിട്ട് വന്നേക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് വെയിറ്റിൻ്റെ 1 പൗണ്ട് തൊട്ടുള്ള നമ്മുടെ കുവൈറ്റി നെക്ലസുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് വേണ്ടവർക്ക് ഞാൻ അതുകൊണ്ട് ഓരോ ഡിസൈനും എടുത്തെടുത്ത് കാണിക്കാം. നമുക്ക് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. വരാൻ പറ്റാത്തവർക്ക്, ദൂരെയുള്ളവർക്കൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട നല്ല വെറൈറ്റി ആൻഡ് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കുവൈറ്റി നെക്ലസുകളാണല്ലേ. അത്യാവശ്യം നല്ല പൊലിമയുടെയൊക്കെ വന്നേക്കണം നല്ല സൂപ്പർ നെക്ലസുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വരാൻ പറ്റാത്തവർക്കാണെങ്കിലും ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ പർച്ചേസും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഷോപ്പ് എവിടെ നിന്നൊക്കെ എല്ലാവർക്കും അറിയില്ല. നമുക്ക് എറണാകുളം, ആലപ്പുഴ ജില്ലകളായിട്ട് 7 ബ്രാഞ്ചുകളാണ് വരുന്നത്. എടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്ത് തന്നെ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട്. പ്രോപ്പർ പുക്കാട്ടുപടി ജംഗ്ഷനിലുണ്ട്. വൈറ്റിലയിൽ പുതിയ ഫ്ലൈ ഓവറിന് താഴെയുണ്ട്. നെട്ടൂർ INTC ജംഗ്ഷനിലുണ്ട്. ഹൈവേ പള്ളിക്ക് സെമി ബോണ്ട് ലക്ഷ്യ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പെരുമ്പളം കവല എന്ന് പറയുന്ന സ്ഥലത്തും 7 ബ്രാഞ്ച് അല്ലാതെ മറ്റൊരു നക്ഷത്രവുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല.
ആലുവ പെരുമ്പാവൂർ തൃശ്ശൂരൊക്കെ നക്ഷത്രം എന്നൊക്കെ പേരിലുണ്ട്. അതൊന്നും നമ്മുടെ എല്ലാം നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? അടുത്ത അടിപൊളി വെറൈറ്റി ആൻഡ് ക്യൂട്ട് വീഡിയോ ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.